ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സത്യഭാമ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. ശാരദാമ്മ ഇറങ്ങുന്നത് കണ്ടിട്ട് എൻ്റെ മോള് എന്ന് പറഞ്ഞിങ്ങനെ ശാരദാമ്മയുടെ കൈ പിടിക്കുകയാണ് സത്യഭാമ. അന്നേരം എൻ്റെ എന്നല്ല, നമ്മുടെ മോൾക്ക് പാറുകുട്ടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ രാജിയമ്മ ഡോറ് തുറന്നിറങ്ങുകയാണ്. ഇത് രാജിയമ്മയാണ്, ഗോത്രവൈദ്യയാണ്. പാറുകുട്ടിയുടെ ശരീരത്തിൽ ജീവൻ്റെ ഒരിറ്റ് തുള്ളിയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഊതി പാറുകുട്ടിയെ നമുക്ക് ജീവനോട് കൂടി തിരിച്ചു തരും, ഗോത്രവൈദ്യയാണെന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ കൈയെടുത്ത് തൊഴുകയാണ് രാജിയമ്മയെ. ഇതേസമയം അകത്താണെങ്കിൽ പ്രീതി അങ്ങ് ആകെ കരച്ചിലും ബഹളവും പരാതിയും ഒക്കെയാണ്. അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിൽ നോക്കിയങ്ങ് പറയുകയാണ്, എന്നെ എന്തിനാണ് കോമയിൽ നിന്ന് നീ ഉണർത്തിയത്? എന്നെ അങ്ങ് കോമയിലേക്ക് വീഴ്ത്തുന്നതിന് പകരം എന്നെ അങ്ങ് എൻ്റെ ജീവനങ്ങ് എടുത്തുകൂടായിരുന്നോ? പിന്നെ അമ്മമാർ ജീവിച്ചിരിക്കുമ്പോഴും മക്കളുടെ ജീവൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന എന്താണെന്ന് നീയും അനുഭവിച്ചറിഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിൽ നോക്കി പറയുകയാണ്. ബാലഗണേശൻ്റെ ശിരസ്സറ്റപ്പോൾ നീയും ആ വേദന അനുഭവിച്ചതല്ലേ എന്നൊക്കെ നോക്കി പറഞ്ഞിട്ട്, ഇന്ന് എൻ്റെ പാറുക്കുട്ടിയുടെ ജീവൻ മാത്രമല്ല എൻ്റെ ജീവനും കൂടി നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ തറയിലിരുന്നു കൊണ്ട് ആ കല്ലിലേക്ക്, അമ്പലത്തിലെ ചുവരിലേക്ക് ഇങ്ങനെ തലയങ്ങ് ശക്തിയായിട്ട് ഇടിക്കുകയാണ്. അന്നേരം അർജുനും വസുമതിയും കൂടി ഓടെ അടുത്ത് വരുന്ന പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം എൻ്റെ മോളെ കിട്ടില്ല, വിടന്നെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബലം പ്രയോഗിക്കുകയാണ് പ്രീതി. ഇതേസമയം നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് സത്യഭാമയും രാജിയമ്മയും ശാരദാമ്മയും കൂടി. അന്നേരം അയ്യോ മോളെ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് കുഞ്ഞിനെയും പ്രീതിയെയും അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് സത്യഭാമ. തുടർന്ന് രാജിയമ്മ പ്രീതിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത്? നിന്റെ കുഞ്ഞിൻ്റെ ജീവനാണോ അതോ ഈ ക്ഷേത്ര നടക്കല്ലിൽ തലയടിച്ചുള്ള ചാവാണോ വേണ്ടത്? ഇങ്ങനെ ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത്. അന്നേരവും കുഞ്ഞിനെ കൊണ്ട് എൻ്റെ കുഞ്ഞൊന്നും പറഞ്ഞ് പ്രീതി നിൽക്കുകയാണ്. തുടർന്ന് രാജിയമ്മയെന്ന് ശാരദാമ്മ വിളിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് രാജിയമ്മ. പക്ഷെ പെട്ടെന്ന് രാജിയമ്മയുടെ മുഖഭാവം മാറുമ്പോൾ എന്താ രാജിയമ്മയെന്ന് ശാരദാമ്മ തിരക്കുകയാണ്. അന്നേരം നല്ല ശകുനങ്ങളൊന്നും മുത്തപ്പൻ കാണിച്ചു തരുന്നില്ല. ഈ ക്ഷേത്ര കൊടിമരത്തിന് ചുറ്റും കൃഷ്ണപ്പരുന്തല്ല പറക്കുന്നത്, കരിങ്കാക്കകളാണ് പറക്കുന്നത്. ചേക്കേറ സന്ധ്യയായിട്ടും ചേക്കേറാതെയുള്ള കാക്കകളുടെ ചിറകടി ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങ് അന്തം വിട്ട് അങ്ങ് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. അന്നേരം എന്താന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ നമുക്ക് പരമ്പരാഗതമായിട്ട് മുത്തപ്പൻ നല്ല ശകുനം കാണിച്ചു തരാതെ നമ്മൾ ഒരു ചികിത്സയും തുടങ്ങാറില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൈവിട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അന്നേരം എൻ്റെ മോള് രാജിയമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രീതി നിൽക്കുമ്പോഴും മോള് വിഷമിക്കേണ്ട, ശകുനം കാണിച്ചു തന്നില്ലെങ്കിലും രാജിയമ്മ ഈ ചികിത്സ തുടങ്ങും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ആശ്വാസമാവുകയാണ്. ഇതേ സമയം വിഷ്ണുവും ശാലിനിയും അമ്പലത്തിലേക്ക് എത്തിയിട്ടില്ല. അവരിങ്ങനെ ജീപ്പിൽ അങ്ങോട്ട് വരുന്നതേ കാണിക്കുന്നുള്ളൂ. തുടർന്ന് ഒരു കാര്യം കൂടിയെന്ന് പറഞ്ഞ് രാജിയമ്മ പറയുന്നുണ്ട്, മുത്തപ്പൻ്റെ തുണയില്ലാതെ ചികിത്സ തുടങ്ങിയാൽ ആ ചികിത്സ ഫലിച്ചില്ലെങ്കിൽ വൈദ്യയ്ക്ക് തൻ്റെ ചികിത്സാവിധി അവസാനിപ്പിക്കേണ്ടി വരും. പിന്നെ ജലപാനമില്ലാതെ ഏകാന്തവാസത്തോടുകൂടി സ്വയം മരണശിക്ഷയാണ് വിധിക്കേണ്ടത്. അതുകൊണ്ട് വായ്മൊഴിയായിട്ട് കൈമാറേണ്ട ചികിത്സാവിധിയും നമ്മുടെ ഗോത്രവൈദ്യത്തിൻ്റെ പരമ്പരയും എല്ലാം നഷ്ടമാകും എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. പ്രീതിയുടെ കുഞ്ഞിനെ രക്ഷിക്കാനായില്ലെങ്കിൽ രാജിയമ്മയ്ക്ക് അവിടെ ആ ചികിത്സാരീതി അവസാനിപ്പിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അന്നേരവും എല്ലാവരും തൊഴുതു നിൽക്കുകയാണ്, ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു രീതിയിൽ. ആ ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ഈ രാജിയമ്മ തയ്യാറാണ് എന്ന് 1-2 വട്ടം അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിൽ മുന്നിൽ നോക്കി പറയുകയാണ്. ഞാനൊരമ്മയല്ലെങ്കിലും എനിക്കും ഒരു അമ്മയുണ്ടായിരുന്നു. ഈ ഇളം പൈതലിന് നേരെ കരുണ കാട്ടാത്ത ആ ചികിത്സാ രീതിയൊന്നും ഇനി ഈ നാട്ടിൽ ആർക്കും വേണ്ട, അതങ്ങ് അറ്റുപോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രാജിയമ്മ അവിടെ ചികിത്സ തുടങ്ങുകയാണ്. ഇതേസമയം ജയിലിൽ ആ സെല്ലിൽ കിടക്കുന്ന സുസ്മിതയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്, വിഷ്ണുവിനെയും ശാലിനിയെയും കാണിക്കുന്നുണ്ട്. തുടർന്ന് രാജിയമ്മയാണെങ്കിൽ എന്തോ ഔഷധക്കൂട്ടുകളൊക്കെ ഇപ്പം ചില മരുന്ന് ഒക്കെ അരച്ച് തയ്യാറാക്കി കൊണ്ടുവരികയാണ്. പ്രീതിയാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് അടഞ്ഞു കിടക്കുന്ന ശ്രീകോവിലിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാവരും തൊഴുത് കൂടെ തന്നെയുണ്ട്. തുടർന്ന് ആ മരുന്ന് കൊണ്ടുവന്ന ശേഷം ഈ സഞ്ജീവനി നിവേദ്യമായിട്ട് സ്വീകരിച്ച് ഈ കുഞ്ഞു പൈതലിൻ്റെ ജീവൻ തിരിച്ചു തരണേ മുത്തപ്പ എന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൽ നിന്നും ആ 3 തുള്ളി ചാറ് കുഞ്ഞിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 3 തുള്ളി 3 നിമിഷത്തിനകം ഫലിക്കണം എന്നാണ്, ഇല്ലെങ്കിൽ സഞ്ജീവനി പച്ചവെള്ളത്തിന് തുല്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് സമയം 3 നിമിഷം കഴിഞ്ഞിട്ടും കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല. അന്നേരം ചതിച്ചോ മുത്തപ്പ എന്നിങ്ങനെ നെഞ്ചത്തടിച്ച് അടഞ്ഞിടക്കുന്ന ശ്രീകോവിൽ നോക്കി രാജിയമ്മ വിളിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് കുഞ്ഞിങ്ങനെ കരയുകയാണ്. കുഞ്ഞിനെ കരഞ്ഞിങ്ങനെ കൈയെടുത്ത് പൊക്കുകയും ആകെ കരഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും ഒരു സന്തോഷം കാണേണ്ടത് തന്നെയാണ്. കണ്ണീരും സങ്കടവും ഒക്കെ ആയിട്ട് സന്തോഷത്തിൽ ആർക്കും ഒന്ന് ശബ്ദിക്കാൻ പോലും അവിടെ കഴിയുന്നില്ല. അന്നേരം മുത്തപ്പ നീ എൻ്റെ മാനം കാത്തു എന്നിങ്ങനെ രാജിയമ്മ പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ അങ്ങ് വസുമതി എടുക്കുകയാണ്. തുടർന്ന് സത്യഭാമ വാങ്ങുന്നുണ്ട്, കുഞ്ഞിനെ അങ്ങ് ഉമ്മ വയ്ക്കുകയാണ്.
ഇരിക്കുകയാണ് പ്രീതിയും അർജുനും എല്ലാവരും ചേർന്ന് ആകെ അങ്ങ് സന്തോഷത്തിൽ. പക്ഷെ അന്നേരം രാജിയമ്മയുടെ മുഖഭാവം ചെറുതായിട്ട് മാറുന്നുണ്ട്. ആദ്യമേ രാജിയമ്മ പറഞ്ഞിരുന്നു, ജീവൻ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ പോകും, ചിലപ്പോൾ കുഞ്ഞിനോട് അടുപ്പമുള്ളവരായിരിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം തന്നെ പ്രീതി അങ്ങ് ബോധം കെട്ട് വീഴുകയാണ്. അർജുൻ അങ്ങ് പിടിക്കുന്നുണ്ട് പ്രീതി എന്നും പറഞ്ഞിട്ട്. എത്ര തട്ടി വിളിച്ചിട്ടും പ്രീതി അങ്ങോട്ട് ഉണരുന്നില്ല. നിന്നെ ചതിച്ചോ മുത്തപ്പ എന്നിങ്ങനെ രാജിയമ്മ പറയുകയാണ്. എല്ലാവരും പ്രീതിയെ തട്ടി വിളിക്കുകയാണ്. പക്ഷെ പ്രീതി അവിടെ ഉണരുന്നില്ല. പക്ഷെ അതവിടെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. തുടർന്ന് പ്രീതിയെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ആ ഡോക്ടർ. കുഞ്ഞിനെ പരിശോധിച്ച ലേഡി ഡോക്ടർ പ്രീതിയെ പരിശോധിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെയും കൊണ്ട് അർജുൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, പാറക്കുട്ടിയെയും കൊണ്ട്. തുടർന്ന് പ്രീതിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. പക്ഷെ ഇത്രയും നേരം അനുഭവിച്ച മാനസിക സംഘർഷവും പിരിമുറുക്കവും ഒക്കെ കൊണ്ടാണ് പ്രീതിയെ വീഴ്ത്തിയത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക. അങ്ങനെ പാറമോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ പറയാമെന്ന് പറയുകയാണ്. തുടർന്ന് ഒരു നഴ്സ് ഫയലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അന്നേരം വിഷാംശം എല്ലാം നീങ്ങി കഴിഞ്ഞു, പാറമോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് പ്രീതി ഇങ്ങനെ കണ്ണു തുറക്കുകയാണ്. കണ്ണു തുറക്കുന്ന പ്രീതി എഴുന്നേറ്റ് കുഞ്ഞിനെ അങ്ങ് എടുത്ത് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് അർജുൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ഈ വിഷക്കല്ല് വെച്ച് വിഷം വലിച്ചെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ എല്ലാം പിന്നെ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഡ്രഗിൻ്റെ എല്ലാ വിഷാംശം എല്ലാം മാറിക്കഴിഞ്ഞു, ഇനി പഴയതുപോലെ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് പറയുമ്പോൾ ആ വൈദ്യയുടെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുൻ രാജിയമ്മ എന്ന് പറയുമ്പോൾ അവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രം പോലും തോറ്റെടുത്ത് അവർ വിജയിച്ച ആ സംഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് രാജിയമ്മയെക്കുറിച്ചും ഡോക്ടറോട് സംസാരിക്കുകയാണ്. അതേസമയം കുഞ്ഞിനെ അങ്ങ് സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുകയാണ് പ്രീതി അവിടെ നിന്നിട്ട്. തുടർന്ന് പ്രീതി പറയുന്നുണ്ട്, രാജിയമ്മയെ അവിടെ എത്തിച്ചത് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണെന്ന് പറയുമ്പോൾ ശാസ്ത്രം വിശ്വസിക്കുന്നവർക്ക് ശാസ്ത്രത്തെയും ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിനെയും വിശ്വസിക്കാം, എന്നാലും ശാസ്ത്രം പൂർണ്ണമാകുന്നത് ഈ പറഞ്ഞ ദൈവാനുഗ്രഹം കൂടി ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ട് ഡോക്ടർ നഴ്സുമാരും ഒക്കെ ആ റൂമിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. തുടർന്ന് ഇത്തവണയും ദൈവം നമ്മളെ കൈവിട്ടില്ല അർജുനേട്ടാന്ന് ഇങ്ങനെ പ്രീതി പറയുമ്പോൾ പ്രീതി പറഞ്ഞത് തന്നെയാണ് സത്യം, ദൈവം അത്രയ്ക്ക് ക്രൂരനല്ലല്ലോ, കുഞ്ഞുങ്ങളെ തന്നെയാണ് ദൈവത്തിന് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ പ്രീതിയെയും കുഞ്ഞിനെയും അങ്ങ് ചേർത്ത് അർജുൻ പിടിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ പ്രീതിയൊക്കെ പോയ ആ അമ്പലത്തിൽ തിരുമേനി വന്ന് ആ അമ്പലത്തിൻ്റെ ആദ്യ കവാടം തുറക്കുമ്പോൾ അകത്ത് ശ്രീകോവിലും തുറന്നു കിടക്കുന്നു, എല്ലാ ദീപങ്ങളും തെളിയിച്ചിട്ടുണ്ട്, എല്ലാമൊക്കെ അലങ്കരിച്ചിരിക്കുകയാണ്. അന്നേരം ഇതാരാ, ഞാനില്ലാതെ ആരാ ദീപങ്ങൾ തെളിയിച്ചത്, നട തുറന്നതെന്നും പറഞ്ഞ് തിരുമേനി അകത്തേക്ക് കയറുമ്പോൾ ഇതെല്ലാം തെളിയിച്ചിട്ടുണ്ടല്ലോ, ആരാ ഇവിടെ ചെയ്തതെന്നും പറഞ്ഞ് തിരുമേനി ചുറ്റും നോക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അത് തലേ ദിവസം പ്രീതി പറഞ്ഞായിരുന്നല്ലോ, എന്തെങ്കിലും അനുകൂല സൂചന ഉണ്ടാകുമ്പോൾ അമ്പലം ശ്രീകോവിൽ തനിയെ തുറക്കും, ദീപങ്ങളൊക്കെ തെളിയുമെന്ന്. അതായിരിക്കും ഇനി തിരുമേനി ആലോചിക്കാൻ പോകുന്നത്. അവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചതായിട്ടായിരിക്കും തിരുമേനി അതൊക്കെ ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞതിനോർത്ത് പശ്ചാത്തപിക്കുകയോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അത്രയുമാണ് പുതിയ എപ്പിസോഡ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനിയിപ്പോൾ സുസ്മിതയുടെ കഥ ബാക്കി എന്താണെന്നും പിന്നെ പ്രീതിയുടെ അല്ല ശാലിനിയുടെ IAS ഒക്കെയാണ് ഇനിയുള്ള എപ്പിസോഡുകൾ. താങ്ക് യു.